നോക്കി നോക്കി കണ്ണു കാഴ്ചന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്റെ സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ബസ്സിൽ തൂങ്ങാതെ ജോലിക്ക് പോവാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ മീരയോടും ആയിഷയോടും ഒക്കെ പറയുന്നത് ഗന്ധർവൻ കേട്ടു. ശമ്പളക്കാശ് നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തില് ഞാൻ കരഞ്ഞതും ഗന്ധർവൻ കേട്ടു. ജെനിഫറിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചതും അയാൾ കേട്ടു. അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കി തരുകയും ചെയ്തു. പക്ഷെ ഗന്ധർവനെ കാണാൻ കൊതിച്ച് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ എന്റെ കൂട്ടുകാരികളോടും നിങ്ങളോടും പറഞ്ഞത് മാത്രം ഗന്ധർവൻ കേട്ടില്ല. എനിക്ക് തരുന്ന വാക്കുകളൊന്നും പാലിക്കുകയില്ല, പറ്റിക്കും. പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും തിരക്കിപ്പെട്ടു പോയിട്ടുണ്ടാവും. ഗന്ധർവൻ എന്ന് സ്വയം പറയുന്നുണ്ടെങ്കിലും മനുഷ്യൻ തന്നെയല്ലേ. വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ. ശരിയായിരിക്കാം, സംഭവിക്കാൻ പോകുന്നത് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ ഇന്ന് കാലത്ത് പോലെ എനിക്ക് എഴുത്തയച്ചതാ. ആ എഴുത്തില് ക്ഷമിക്കണം പാർവതി, ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് പാർവതിയുടെ മുന്നിൽ വരാൻ കഴിഞ്ഞില്ല എന്ന് എഴുതായിരുന്നില്ലേ? എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടാവുമായിരുന്നില്ല. അതിനെക്കുറിച്ച് ഒരു വരി പോലും എഴുതിയിട്ടില്ല. എന്റെ സങ്കടങ്ങളൊന്നും ഗന്ധർവനൊരു പ്രശ്നമല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, വീണ്ടും ഗന്ധർവന് ലെറ്റർ വന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ലെറ്റർ മാത്രല്ല, പിന്നെ ഗന്ധർവന്റെ ഗിഫ്റ്റും വന്നിട്ടുണ്ടാവും. അതവക്ക് പറയാൻ ഇത്ര മടി. എന്ത് ഗിഫ്റ്റാ ഗന്ധർവൻ അയച്ചത്? അത് പറ. അന്ന് അയച്ചതുപോലെ നാരങ്ങ മിഠായി ആണോ? അല്ല. എന്നാ മധുരപലഹാരമായിരിക്കും. അല്ല. പിന്നെന്താ? തുറന്നു പറ പാറു, ഞാൻ ആരോടും പറയൊന്നുമില്ല. അറിഞ്ഞാ നിങ്ങൾ എന്നെ കളിയാക്കും. സത്യമായിട്ട് ഞാൻ കളിയാക്കില്ല. ജയന്തി ചേച്ചി കളിയാക്കോ? ഞാൻ ആരെയും കളിയാക്കാറില്ലെന്ന് പാറുവിനറിയാം. പറ പാറു, ഗന്ധർവൻ എന്ത് ഗിഫ്റ്റ് അയച്ചത്? തലയിണ. തലയിണയോ? കാറ്റൂതി നിറയ്ക്കുന്ന തലയിണ. എന്താ ഇവിടെ ഒരു സ്വകാര്യം? മോഹൻ ചേട്ടാ, ഇത് കേട്ടോ? ഗന്ധർവൻ ഇന്ന് കാലത്ത് പാറിനൊരു ഗിഫ്റ്റ് അയച്ചു കൊടുത്തു. എന്താണെന്നറിയോ? തലയിണ. തലയണയോ? അത് നല്ലൊരു ഗിഫ്റ്റ് ആണല്ലോ. കെട്ടിപ്പിടിച്ച് കിടക്കാലോ. എന്റെ മുന്നിൽ വരുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോന്ന് അയച്ചു തരുന്നുണ്ടല്ലോ. അത് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ? അതുകൊണ്ട് എനിക്ക് ഗന്ധർവനോട് ദേഷ്യപ്പെടാനും പറ്റുന്നില്ല. മനസ്സിലായി. പാറു, സത്യം പറയേ, ആ തലയിണ നീ കെട്ടിപ്പിടിച്ചില്ലേ? അപ്പൊ നിനക്ക് എന്താ തോന്നിയേ? ഗന്ധർവൻ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ. എല്ലാരും ഇവിടെ നിൽക്കാണോ? ജോലിയൊന്നുമില്ലേ? പുതിയ സൂപ്പർവൈസർ ആൾ ഇത്തിരി സോഫ്റ്റ് ആണെന്ന് കരുതി നിങ്ങൾ ആരും മുതലെടുക്കരുത്. പോയി ജോലി ചെയ്യ്. ഈ പാറുവിന്റെ പ്രണയകഥ കേട്ടിരുന്നാലേ നിനക്കും ജോലി ചെയ്യാൻ തോന്നില്ല. ഇവളുടെ ഗന്ധർവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇവളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ തോന്നും. നമ്മളെല്ലാരും കൂടി ഒത്തു ശ്രമിച്ച ഗന്ധർവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. ഗന്ധർവനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്ന നീ എന്തായിരിക്കും ഗന്ധർവനോട് ആദ്യം പറയുക? ഗന്ധർവനെ ആദ്യം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്താ, എന്നിട്ട് പറയാം. ആ തലയണ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോ ഗന്ധർവന് അടുത്തുള്ളത് പോലെ തോന്നാറുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് നീ എപ്പോഴും ആ തലയണ കെട്ടിപ്പിടിച്ച് നിൽക്കണം. അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കുറെ ദിവസം നിന്നാ നിന്റെ തോന്നല് സത്യമായി മാറും. ഗന്ധർവൻ നിന്റെ മുന്നിലെത്തും. ഞാൻ കള്ളം പറഞ്ഞല്ല, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. പാറുവിന്റെ പ്രേമം കാണുമ്പോ എനിക്കും ഒരാഗ്രഹം. എനിക്കും ആരെങ്കിലും പ്രേമിക്കണം. അതിന് പറ്റിയ ഒരാളുണ്ട്. ഉണ്ടോ? നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ വീഴും. ആര്? അത് മറ്റാരുമല്ല, നമ്മുടെ നന്ദൻ. അയ്യോ, ഒന്ന് പോ മോഹൻ ചേട്ടാ, ചുമ്മാ കൊതിപ്പിക്കാതെ. അവളുടെ ഒരു നാണം കണ്ടില്ലേ പ്രിയ?
പാർവതി, ഞാൻ ഈ ടൈൽ മെഷീന് മുന്നിൽ വെറുതെ ഒന്ന് ഇരുന്നതേ ഉള്ളൂ. ഒന്ന് തൊട്ട് നോക്കി നല്ലത്. ഞാൻ വേറൊന്നും ചെയ്തില്ല സാർ. പാർവതി എന്തിനാ പേടിക്കുന്നേ? മെഷീന്റെ മുമ്പിൽ ഇരിക്കാൻ പാടില്ലെന്നോ മെഷീനിൽ തൊടാൻ പാടില്ലെന്നോ ഞാൻ പറഞ്ഞോ? പാർവതി, ഇതൊരു ഗാർമെന്റ്സാ. പല ടൈപ്പ് ഡ്രസ്സുകൾ തയ്ക്കുന്ന സ്ഥലം. ഇവിടെ ജോലി ചെയ്യുന്ന ഒരാള് തയ്യൽ മെഷീനിൽ തൊടുന്നത് ക്രിമിനൽ കുറ്റമൊന്നുമല്ല. പക്ഷേ ഞാൻ ടൈൽ മെഷീന്റെ മുന്നിലിരിക്കുന്നത് കരുണാകരൻ സാറിന് ഇഷ്ടമല്ല. നന്ദൻ സാറ് ഇത് കരുണാകരൻ സാറിനോട് പറയല്ലേ, എനിക്ക് ശിക്ഷ കിട്ടും. ഇവിടുത്തെ ടോയ്ലറ്റ് വരെ എന്നെ കൊണ്ട് കഴുകിപ്പിക്കും. തയ്യൽ മെഷീന്റെ മുമ്പിലൊന്നും ഇരുന്നതിന് കരുണാകരൻ സാറ് പാർവതി ശിക്ഷിക്കാൻ വന്നാൽ ഞാൻ നോക്കിക്കോളാം. പാർവതി അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊട്ടാനുള്ള ചെണ്ടയൊന്നും അല്ല. പേടിക്കണ്ട പാർവതി, നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട്. നന്ദൻ സാർ കരുതുന്ന പോലെയൊന്നും അല്ല. എന്നെ ശിക്ഷിക്കാൻ ഒരവസരം കിട്ടിയ ആര് പറഞ്ഞാലും കരുണാകരൻ സാർ കേൾക്കില്ല. എനിക്കറിയാം പാർവതി, അതിന്റെ കാരണവും എനിക്കറിയാം. നീ ആദ്യമായി ഈ കമ്പനിയിൽ ജോലിക്ക് വരുന്ന ദിവസം വഴിയിൽ വെച്ച് നീയും കരുണാകരൻ സാറും തമ്മിൽ പ്രശ്നമുണ്ടായതും നീ കരണത്തടിച്ചതിന്റെ പക തീർക്കാനായി ടൈലർ ജോലിക്കായിട്ട് വന്ന നിന്നെ അയാള് തൂപ്പ് ജോലിക്കാരിയാക്കി മാറ്റിയതും ബെഞ്ചമിൻ എന്ന ക്രിമിനലിനെ വെച്ച് നിന്നെ കള്ളിയാക്കാൻ ശ്രമിച്ചതും നിന്നെ കാണാൻ വന്ന നിന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് നിന്നെ കൊണ്ട് ടോയ്ലറ്റ് കഴിയിപ്പിച്ചതും എല്ലാം എനിക്കറിയാം പാർവതി. ഇതൊക്കെ ആരാ സാറിനോട് പറഞ്ഞത്? എനിക്കറിയാം പാർവതി. കരുണാകരൻ സാറിന്റെ ഈഗോ കാരണം ഈ ഗാർമെന്റ്സിന് നഷ്ടപ്പെട്ടത് നല്ലൊരു ടൈലറെയാ. അതിൽ നിനക്ക് സങ്കടം ഉണ്ടെങ്കിലും പരാതിയൊന്നുമില്ല. ഒരു ദിവസം എല്ലാം ശരിയാവുന്നുള്ള പ്രതീക്ഷയിൽ അയാളുടെ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ ജോലി ചെയ്യുന്നു. ആരും പറയാതെ തന്നെ പാർവതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഈ ഗാർമെന്റ്സിൽ തന്നെ തുടരാൻ പാർവതിയെ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും പകരമായി ദൈവം ഒരു നല്ല കാലം തരുമെന്ന്. നിന്റെ വിശ്വാസം സത്യമാവും പാർവതി. നിനക്കും ഒരു നല്ല കാലം വരും. അതിന് ദൈവം മണ്ണിലിറങ്ങി വരുമൊന്നും വേണ്ട. ഞാനുണ്ട് ഇവിടെ.